ഭൂലോകം കതിരുളിൽ പൂർണ്ണതയാരസ പരിശോഭിതം. ശ്രമകരമായ ഒരു പരിശ്രമം കൊണ്ട് തന്നെയാണ് ഈ ഗ്രാമവണ്ടി ഇന്നിവിടെ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചത്. ഇതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മളുടെ ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശം. ഇന്ന് ഈ 3-ാം തീയതി ഫ്ലാഗ് ഓഫ് ചെയ്യാണ്. 5-ാം തീയതി മുതൽ ഗ്രാമവണ്ടി നമ്മളുടെ മുരിയാട് പഞ്ചായത്തിൻ്റെ മേഖലയിൽ ഓടിക്കുന്നതാണ്. നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ മാറ്റുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾ അത് നമ്മുടെ പഞ്ചായത്തിലേക്ക് എത്തിപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമ്മുടെ ബിന്ദു ടീച്ചർക്കാണ്. ഇന്ന് നമുക്കറിയാം, വല്ലക്കുന്ന് മുതൽ നെല്ലായി വരെയുള്ള നമ്മുടെ രാജപാത നമ്മളെല്ലാം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ അത് ഒരു നല്ല രാജപാതയായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സർക്കാർ ആശുപത്രി ആയാലും, അതുപോലെ കോട്ടക്കുന്ന് ലിഫ്റ്റ് ഇറിഗേഷന് പണമനുവദിച്ചതായാലും, ടൂറിസം പദ്ധതിയായാലും, സ്കൂൾ കെട്ടിടത്തിന് പണമനുവദിച്ചതായാലും, 3ഓളം അംഗനവാടികൾക്ക് പണമനുവദിച്ചതായാലും, അങ്ങനെ നിരവധിയായിട്ടുള്ള നമ്മുടെ പഞ്ചായത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വികസന പ്രവർത്തനങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത് ബിന്ദു ടീച്ചറുടെ അതിസമർത്ഥമായ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം, നമ്മുടെ 3-ാം 100 ദിന കർമ്മ പരിപാടി, നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഗ്രാമപഞ്ചായത്ത് 100 ദിന കർമ്മ പരിപാടി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് ഇതാദ്യമായിട്ടാണ്. 3 വർഷവും നമ്മൾ വിജയകരമായി ആ പദ്ധതി പൂർത്തീകരിച്ചു. ഈ 3-ാം വർഷത്തിൽ 3-ാം 100 ദിന കർമ്മ പദ്ധതിയുടെ ഏകദേശം അവസാന ഘട്ടമെന്ന് പറയാം. നമ്മുടെ വലിയ ഒരു സ്വപ്നമായ ഗ്രാമവണ്ടി ഇന്നിവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യപ്പെടുകയാണ്. നമ്മുടെ ഉൾനാടൻ ഗതാഗതം സാധാരണക്കാർക്ക് കയ്യെത്തിപ്പിടിക്കാൻ പറ്റാവുന്ന തരത്തിലേക്ക് അവർക്ക് കൂടി യാത്രാ സൗകര്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യമാണ് ഗ്രാമവണ്ടിയിലൂടെ ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. കഴിഞ്ഞ ഗ്രാമവണ്ടി ആശയം പുറത്തു വന്നപ്പോൾ തന്നെ പലരും ഒരു ആഗ്രഹം ഇവിടെ ഉന്നയിക്കപ്പെട്ടിരുന്നു. 5 വർഷം മുമ്പ് നിർത്തലാക്കിയ KSRTC ബസ്, അത് മുരിയാട് നിന്നും തൃശ്ശൂർക്കുള്ള ഒരു KSRTC ബസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഗ്രാമവണ്ടിയുടെ സമയക്രമം ക്രമീകരിച്ചപ്പോൾ പഞ്ചായത്തിനകത്ത് തന്നെ പരമാവധി ഓടണം എന്ന ലക്ഷ്യമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ പൊതുവായി ഉയർന്നു വന്ന അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഗ്രാമവണ്ടി രാവിലത്തെ ഒരു ട്രിപ്പ് മാത്രം തൃശ്ശൂരിലേക്ക് കൂടി നീട്ടിയ സന്തോഷ വാർത്ത കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഗ്രാമീണ മേഖലയിലെ ഉൾപ്രദേശങ്ങളിൽ താമസിച്ചു വരുന്ന മനുഷ്യർക്ക് തങ്ങളുടെ ദൈനംദിന ജീവിത ആവശ്യങ്ങളുടെ ഭാഗമായി വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമൊക്കെ പോകാൻ സൗകര്യമാകുന്ന വിധത്തിൽ ഗ്രാമവണ്ടി എന്ന ആശയം ഈ ഗവൺമെന്റിന്റെ കാലത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ വലിയ സ്വീകാര്യതയാണ് അതിന് ലഭിച്ചത്. നമ്മുടെ മണ്ഡലത്തിൽ MLA എന്നുള്ള നിലയിൽ എല്ലാ പഞ്ചായത്തുകളെയും തൊട്ടുപോകുന്ന ഒരു സർവീസ് നടത്താൻ സാധിക്കുമോ എന്നുള്ള സാധ്യത ഞാൻ പരിശോധിച്ചിരുന്നു. പക്ഷെ പഞ്ചായത്തുകളാണ് മുൻകൈ എടുക്കേണ്ടത് എന്നുള്ള സമീപനമാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ട് വളരെ ദിശാബോധത്തോടു കൂടി മുരിയാട് ഗ്രാമപഞ്ചായത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് മുരിയാട് പഞ്ചായത്തിൽ ഈ മാതൃകാ പദ്ധതി ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ ആദ്യമായിട്ട് ആരംഭിച്ച് വളരെ മുന്നിൽ നടന്നിരിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളിയെയും ഭരണസമിതിയെയും നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമ്മുടെ KSRTC സ്റ്റാൻഡിൽ നിന്ന് കോവിഡ് കാലത്ത് നിർത്തൽ ചെയ്ത സർവീസുകൾ ആരംഭിക്കുന്നതിന് ഇതിനകം നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കൂടി ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾക്കറിയുണ്ടാവും, തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ്, കോട്ടയം ഫാസ്റ്റ് പാസഞ്ചർ, അതുപോലെ ഇരിങ്ങാലക്കുട ബാംഗ്ലൂർ സ്വിഫ്റ്റ് ഡീലക്സ് ഇതെല്ലാം ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ബജറ്റ് ടൂറിസം പദ്ധതി പ്രകാരം അതിരപ്പള്ളി മൂന്നാർ പോകുന്ന ടൂർ പോകുന്നതിനുള്ള ബസ്സുകളും സൗകര്യങ്ങൾ സർവീസുകളും നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട് KSRTC.
നാലമ്പലം ദർശനത്തിൻ്റെ കാലത്ത് സ്പെഷ്യൽ സർവീസുകൾ, അതുപോലെ ശിവരാത്രി ദിവസം ആലുവയിലേക്ക് സ്പെഷ്യൽ സർവീസ്, താഴേക്കാട് പെരുന്നാളിൻ്റെ സന്ദർഭത്തിൽ സ്പെഷ്യൽ സർവീസ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ KSRTCയുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. KSRTCയുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ നൂതന പദ്ധതിയായ ഈ ഗ്രാമവണ്ടി പദ്ധതി ഉദ്ദേശം ബസ്സുകളോ മറ്റ് വാഹന സൗകര്യമോ ഇല്ലാത്ത റൂട്ടുകളിൽ കൂടെ KSRTCയുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഒരു പദ്ധതി ആവിഷ്കരിച്ചതാണ്. മുരിയാട് ഗ്രാമത്തിന് ഒരു ബസ് സർവീസ് എന്ന് പറയുന്നത് 12 ലക്ഷം രൂപ പദ്ധതി ആസൂത്രണ പ്രവർത്തനത്തിൽ ഗ്രാമപഞ്ചായത്ത് മാറ്റിവെച്ചുകൊണ്ടാണ് ഈ സർവീസ് ആരംഭിക്കുന്നത്. ഇതിലേക്കുള്ള പെട്രോളിൻ്റെ ചെലവ് ഗ്രാമപഞ്ചായത്ത് വഹിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മറ്റ് അതിൻ്റെ കണ്ടക്ടറും ഡ്രൈവറും ഉൾപ്പെടെയുള്ള അവരുടെ വേതനവും അതൊക്കെ KSRTC തനിയെ വഹിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഈ നാട്ടിലെ വികസനങ്ങളൊക്കെ തന്നെ കൈകോർത്ത് പിടിക്കാൻ ത്രിതല പഞ്ചായത്ത് സംവിധാനവും സംസ്ഥാന സർക്കാരിൻ്റെ നൂതന ആശയം എന്ന രീതിയിൽ ഈ ഗ്രാമവണ്ടി അത് തയ്യാറാക്കി നൽകുമ്പോൾ തന്നെ ഇവിടെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ ആദ്യമായിട്ട് മുരിയാട് പഞ്ചായത്തിന് ഏറ്റെടുക്കാൻ സാധിച്ചത് തീർച്ചയായും ഇവിടുത്തെ ഭരണസമിതിയുടെ നേതൃത്വം വഹിക്കുന്ന പ്രസിഡന്റ് ജോസ് ചിറ്റപ്പള്ളിക്കാണ് ആദ്യമായി അഭിനന്ദനം അറിയിക്കേണ്ടത്. അപ്പോൾ ഈ നമ്മുടെ ഗ്രാമവണ്ടി അനുവദിച്ചു തന്ന ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മന്ത്രിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും, അതോടൊപ്പം തന്നെ മുരിയാട് ഭരണസമിതിക്കും അതുപോലെ ഈ വേദിയിലെ എല്ലാവർക്കും ഓരോരുത്തരും പേരെടുത്ത് പറഞ്ഞ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി മുരിയാട് പഞ്ചായത്തിൻ്റെ എല്ലാ മറ്റുള്ള ആളുകൾക്ക് അസൂയ തോന്നും വിധമാണ് ബഹുമാനപ്പെട്ട മന്ത്രി നമ്മളോട് സഹകരിക്കുന്നത്. മുരിയാട് പഞ്ചായത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും എനിക്ക് പേഴ്സണലി ഞാൻ അത്ഭുതപ്പെടുന്നത് എന്തുകൊണ്ടാണ് മന്ത്രിക്ക് ഈ പഞ്ചായത്തിനോട് ഇത്ര വാത്സല്യം സ്നേഹമൊന്നും.